ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു തന്നിരിക്കുന്ന അരുൺ സാറ്. എന്താണ് ഒരു മോഡൽ പോർട്ട്ഫോളിയോ? എന്ത് തരം ലൈറ്റിംഗ് ആണ് ഇത്തരം ഷൂട്ടുകൾക്ക് ഉപയോഗിക്കുന്നത്? ഇത്തരം ഷൂട്ടുകളിൽ പോസിങ്ങിന്റെ പ്രാധാന്യം, ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അരുൺ സാറായിട്ടുള്ള ഷൂട്ടിന്. എന്താണ് ഒരു മോഡൽ പോർട്ട്ഫോളിയോ? നമ്മൾ ഈ ഒരു പുതിയ ഏജിന് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു പാഷനാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബാണ് മോഡലിംഗ്. നിങ്ങളൊരു മോഡലാവാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു പോർട്ട്ഫോളിയോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പല ഭാവത്തിലും പല രൂപത്തിലുള്ള പല ലുക്കുകളിലുള്ള വ്യത്യസ്തമായ ഫോട്ടോസിൻ്റെ ഒരു കളക്ഷനാണ് മോഡൽ പോർട്ട്ഫോളിയോ. നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് വിൻസിയാണ്. ഷീസ് ആൻ ആസ്പയറിംഗ് മോഡൽ ആൻഡ് ഷീസ് വർക്കിംഗ് ഇൻ ബാങ്കിങ് സെക്ടർ. നമുക്ക് പല ബജറ്റിൽ ഈ മോഡൽ പോർട്ട്ഫോളിയോസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ പോർട്ട്ഫോളിയോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലയൻ്റ് ആയിട്ടുള്ള വിൻസി ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് മോഡൽ പോർട്ട്ഫോളിയോ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ പിക്ചേഴ്സും ഔട്ട്ഡോർ ആണ് ഇവിടെ ക്ലയന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിലുള്ള ഫോട്ടോസ് ഇന്നത്തെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവില്ല. ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റിങ്ങും പോസിങ്ങും വളരെ ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. നമ്മുടെ സബ്ജക്റ്റിന്റെ ബോഡി ആൻഡ് ഫേഷ്യൽ ഫീച്ചേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എംഫസൈസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ പോസിങ്ങും തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ ഫോർഗ്രൗണ്ടിനും ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെന്റ്സിനെ ഒന്ന് അണ്ടർ എക്സ്പോസ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആയിരിക്കണം, ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ആയിരിക്കണം നമ്മൾ ഇത്തരം ഒരു ഷൂട്ടിൽ ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ ഷൂട്ടിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഗോഡൗസിന്റെ AD600 ആണ്. അതുപോലെ തന്നെ ജെനിയുടെ ഒരു 120 സെന്റിമീറ്റർ ജയന്റ് ആയിട്ടുള്ള ഒക്ടാഗൺ സോഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ലൈറ്റിന്റെ സ്പില്ല് കുറക്കാനായിട്ടും കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മളിവിടെ ഗ്രിഡ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വീഡിയോസിലും സൂചിപ്പിക്കാറുള്ള പോലെ തന്നെ കളർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് അറ്റ് ഈസ് ഫോർ മീ. സോ നമ്മൾ ഓരോ ഫ്രെയിം മാറുമ്പോഴും ഓരോ ലൈറ്റിംഗ് സിറ്റുവേഷൻ മാറുമ്പോഴും സ്പൈഡർ ചെക്കർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ലുക്കിന് വേണ്ടി ഈ ഒരു ബ്രിക്ക് വാളിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ഡ്രസ്സിന്റെ കളറിനും അതിന്റെ ഒരു പാറ്റേണും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലുക്കിനായിട്ട് സെലക്ട് ചെയ്തത്. നമ്മളിവിടെ കുറച്ച് സിറ്റിംഗ് പോസുകൾ അതുപോലെ ഏതാനും സ്റ്റാൻഡിംഗ് പോസുകളാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കിക്കർ ലൈറ്റ് സെറ്റപ്പാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഒരു AD200 വിത്ത് ഒരു മാക്സ് സ്പിയറും ഒരു കോട്ടപ്പവറിലുള്ള ഫുൾ CTയും മാക്സ് ജെല്ലും ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു 1x5 സ്ട്രിപ്പ് ബോക്സ് ആണ് വിത്ത് 400 വാട്ട്സ് ലൈറ്റ് നമ്മൾ കിക്കർ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഷൂട്ടുകളിൽ. പക്ഷേ ഇന്നത്തെ മോഡലായ വിൻസി അവരുടെ ഒരു സജഷൻ പറഞ്ഞായിരുന്നു, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ക് ലൈറ്റ്, ഒരു സണ്ണിനെ ഇമിറ്റേറ്റ് ചെയ്യണ ഒരു ബാക്ക് ലൈറ്റ് കൊടുത്താൽ വളരെ നന്നായിരിക്കും സാർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സണ്ണിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ 2 കോസ്റ്റ്യൂം ചെയ്ത് കഴിഞ്ഞു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. ഇനി 2 കോസ്റ്റ്യൂം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ സബ്ജക്ട് വിൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മഴയത്ത് കൊടചൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു കൊടുക്കണം എന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ലുക്ക് മഴയത്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഏകദേശം 70% സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള റെയിൻ മിഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ഷൂട്ടുകൾ ചെയ്യാനായിട്ട് ഹോസ് എടുത്ത് മുകളിലോട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ നാട്ടിൽ അവലംബിച്ചു വരുന്നത്. പക്ഷെ അത്തരം ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ അകത്ത് വെള്ളം വീഴാനുള്ള ഒരു വലിയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കൺട്രോൾഡ് ആയിട്ടുള്ള റെയിൻ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. പോസിങ്ങിനുള്ളതുപോലെ തന്നെ പ്രാധാന്യം ക്യാമറ ആംഗിൾസിന് യൂസ് ചെയ്യുന്ന ലെൻസിനുമുണ്ട്.
നമ്മൾ ഇന്നത് സബ്ജക്റ്റ് ഷീ ഈസ് നോട്ട് ലീൻ. സോ ബൾക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറ ആംഗിൾസും പോസിങ്സും മാക്സിമം ഒഴിവാക്കിയാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. We are going to shoot our last and final costume. ഇതൊരു വെസ്റ്റേൺ ടൈപ്പ് ബ്ലാക്ക് കളറിൽ ഒരു നീ ലെങ്ത് ഡ്രസ്സാണ്. സോ വി ആർ ഗോയിങ് ടു എംഫസൈസ് their stunning looks using posing and lighting here. അപ്പോൾ ഏതാണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹോംലി ഫീൽ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനെങ്കിലും ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളുണ്ട്, വാഷ്റൂം ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സിൻ്റെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു തന്നിരിക്കുന്ന അരുൺ സാർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായി നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോന്റെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള ഫാഷൻ റിലേറ്റഡ് ഫോട്ടോഗ്രാഫി സർവീസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.